എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നൈറ്റി ബിറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് സിക്സ് പാനൽ കുർത്തി ചെയ്യാം എന്നുള്ളതാണ്. ഫ്രണ്ടിൽ നമ്മൾ പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു പോർഷൻ സ്ലിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നോക്കിയാലോ. ഞാൻ ഓൾറെഡി പറഞ്ഞു നൈറ്റി ബിറ്റ് ആണ് എടുത്തിരിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ വിഡ്ത്ത് കുറവായിരിക്കും കേട്ടോ. 36 ഇഞ്ചാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. 3 മീറ്റർ ഇല്ല, 2.90 ഫാബ്രിക് ഉള്ളത്. അതായത് 2 മീറ്ററും 90 സെന്റിമീറ്ററും ആണ് ഉള്ളത്. 3 മീറ്റർ കറക്റ്റ് ഇല്ല. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് വെച്ചിട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആ സ്ലീവിന് ആവശ്യമായിട്ടുള്ള ലെങ്ത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഒരു ഫുൾ സ്ലീവ് ഒന്നും ഇതിൽ എന്തായാലും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഞാൻ ഇതേപോലെ ഒരു 19 ഇഞ്ച് കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട്. ബാക്കി വരുന്ന ഫാബ്രിക്കിന് ഇതേപോലെ രണ്ടാക്കി മടക്കി കൊടുക്കുന്നുണ്ട്. 47 ഇഞ്ചാണ് കിട്ടുന്നത്. അതായത് നമ്മൾ തയ്ച്ചു വരുമ്പോൾ ഒരു 45 ഇഞ്ചിലുള്ള കുർത്തി നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അത് മതി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സ്ലീവിന് 19 ഇഞ്ച് കട്ട് ചെയ്തെടുത്തത്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ ലെങ്ത് ഉള്ള ടോപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സ്ലീവ് കുറയ്ക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഫാബ്രിക്കിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ആദ്യം നമ്മൾ ലെങ്ത് വൈസ് രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. 47 ഇഞ്ചാണ് ലെങ്ത് എന്ന് പറഞ്ഞു. അതിനെ ഒന്നും കൂടി മടക്കുന്നുണ്ട്, 4ആയിട്ട് മടക്കുന്നുണ്ട്. ചുളിവുകൾ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പൊ ഞാൻ ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അളവ് മാർക്ക് ചെയ്യാം. സോളിഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് എത്രയാണോ നിങ്ങളുടെ ഷോൾഡർ അതിന്റെ പകുതി. അപ്പൊ എനിക്കിവിടെ 7 ഇഞ്ചാണ്. 7ന്റെ പകുതി എന്ന് പറയുമ്പോൾ 3.5 ഇഞ്ചാണ് വരുന്നത്. അതിലേക്ക് 1/2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഷോൾഡറിന്റെ പകുതി, അതിലേക്ക് 1/2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ടുള്ള അളവ് വേണം നിങ്ങൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ലെങ്ത് ആയിട്ട് ഒരു 17 ഇഞ്ചാണ് കൊടുക്കുന്നത്. കുറച്ച് വണ്ണം ഉണ്ട് അല്ലെങ്കിൽ വയറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 17 ഇഞ്ച് വരെ ലെങ്ത് എടുക്കേണ്ട. ഒരു 14 to 15 ഇഞ്ച്, അതായത് വേസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 1 ഇഞ്ചൊക്കെ ലെങ്ത് എടുത്താൽ മതിയാവും കേട്ടോ. കാരണം പിന്നെയും താഴേക്ക് വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ആ ഷേപ്പ് കൂടുതൽ കിട്ടാനാണ് 17 ഇഞ്ച് എടുക്കുന്നത്. അപ്പൊ വണ്ണം ഒത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 14 to 15 ഇഞ്ച് വരെ എടുക്കുക. 17 ഇഞ്ച് എൻഡ് ചെയ്യുന്ന പോയിന്റിലും ഈ 4 ഇഞ്ച് തന്നെ വിഡ്ത്ത് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലൊരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സാധാരണ വിഡ്ത്തുള്ളൊരു ഫാബ്രിക് എടുക്കുന്ന സമയത്ത് താഴ്ഭാഗത്ത്, അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ടോട്ടൽ ലെങ്ത്തിന്റെ താഴ്ഭാഗത്ത് എത്രയാണോ ബോട്ടം വിഡ്ത്ത് അതിന്റെ പകുതി മാർക്ക് ചെയ്യാണ് ചെയ്യുക. ഇവിടെ നമുക്ക് ഫാബ്രിക്കിന് വിഡ്ത്ത് കുറവാണ്. അപ്പൊ നമ്മൾ പകുതി എടുക്കുന്ന സമയത്ത് നമുക്കൊരു 8.5 ഇഞ്ചൊക്കെ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഒട്ടും ഫ്ലെയർ ഇല്ലാണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണേ വെച്ചാല് ആദ്യം ഞാനൊരു 11 ഇഞ്ച് മാർക്ക് ചെയ്തു. 11 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ബാക്കി ബാലൻസ് വരുന്ന എത്രയാണ് വിഡ്ത്ത് എന്ന് മെഷർ ചെയ്യുമ്പോൾ 6.5 ഇഞ്ചാണ് വരുന്നത്. അപ്പൊ അത് ചിലപ്പോൾ നമുക്ക് അത്രയും മതിയാവില്ല. കാരണം ഇത് നമ്മൾ മുകളിലേക്ക് മാറ്റിയിട്ടിട്ട് നമ്മുടെ ഷോൾഡറും ആം ഹോളിന്റെ പോർഷനും ഒക്കെ ഇതിലാണ് മാർക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് 11നെ ഒന്നുകൂടി റെഡ്യൂസ് ചെയ്തിട്ട് 10 ഇഞ്ച് ആക്കി. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. ഫ്ലെയർ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഒത്തിരി മാർക്ക് ചെയ്യാൻ പാടില്ല. ഇതേപോലെ നമുക്ക് ഈ ഒരു ഫാബ്രിക് നമ്മൾ തിരിച്ച് മുകളിലേക്ക് ഇടും. അപ്പൊ നമ്മുടെ ഷോൾഡറും അതുപോലെ തന്നെ ചെസ്റ്റും ഒക്കെ മാർക്ക് ചെയ്യാൻ പറ്റണം. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ കണക്കാക്കിയിട്ട് വേണം ഇതുപോലെ അളവ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതേപോലെ 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു പോയിന്റ് വരച്ചു കൊടുത്തു. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വിഡ്ത്തിന്റെ പകുതി എടുക്കാം. വിഡ്ത്ത് കുറവുള്ള ഫാബ്രിക് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു അളവെടുക്കുക. എന്നിട്ട് ഈ അളവിലേക്ക് നമ്മൾ നേരത്തെ 17 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കാം. സ്കെയിൽ വെച്ചിട്ട് ഞാൻ ഈ 2 പോയിന്റും കൂടി യോജിപ്പിച്ച് വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഈ 17 ഇഞ്ച് കഴിഞ്ഞിട്ട് പോയിന്റഡ് ആയിട്ടാണ് വരുന്നത് നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. ജസ്റ്റ് ആ ഭാഗം ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒത്തിരി കേർവ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് കേർവ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ആ ഷേപ്പ് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. അപ്പൊ ജസ്റ്റ് ഒന്ന് കേർവ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ ഈ വരച്ച അളവിലൂടെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതുപോലെ 2 പീസായിട്ടാണ് ഉണ്ടാവുക. ഇനി ഇതിന് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. താഴെ ഇരിക്കുന്ന ഫാബ്രിക്കിന് വിഡ്ത്ത് കുറവും മുകളിൽ ഇരിക്കുന്ന ഫാബ്രിക്കിന് വിഡ്ത്ത് കൂടുതലുമാണ് ഇതിലൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത്. സ്ക്രീനിൽ കാണുന്ന പോലെ വേണം ഇടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇടുന്ന സമയത്ത് ഈ സെന്റർ പീസിലേക്ക് ജോയിൻ ചെയ്യുന്ന പോർഷൻ ഒരു ഷേപ്പ്ലെസ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ അതൊരു ഷേപ്പ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ ഭാഗവും ഒരേപോലെയുള്ള സൈഡ് നമ്മൾ ഉള്ളോട്ട് എടുക്കുക, ഇന്നർ പോർഷനിലേക്ക് എടുക്കുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു രീതിയിൽ വേണം അത് ഫോൾഡ് ചെയ്യാൻ. ഈ ഭാഗം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ആദ്യം നമ്മൾ ഇതിനെ മുകൾ ഭാഗം താഴേക്കും താഴ്ഭാഗം മുകളിലേക്കും വരുന്ന രീതിയിൽ മറിച്ചിട്ടു. അതിനുശേഷം എല്ലാ ഭാഗവും ഒരേ ഷേപ്പിലിരിക്കുന്ന ഭാഗം ഇന്നർ പോർഷനിലേക്ക് കിട്ടുന്ന രീതിയിൽ ഒന്നുകൂടി മറിച്ചിട്ടു. അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇവിടെ നമുക്ക് സെന്റർ പീസും സൈഡിലുള്ള പീസും ജോയിൻ ചെയ്യാൻ വേണ്ടി സീം അലവൻസ് ഓൾറെഡി നമ്മൾ 1/2 ഇഞ്ച് കൊടുത്തിരുന്നു. അപ്പൊ ആ 1/2 ഇഞ്ച് സൈഡിലുള്ള പീസിന്റെ മുകളിലേക്ക് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വേണം വെക്കാൻ വേണ്ടിയിട്ട്.
ഈ 17 ഇഞ്ച് വരെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് പിൻ കുത്തി കൊടുക്കുക. അവിടുന്ന് താഴേക്കും നിങ്ങൾക്ക് കറക്റ്റ് ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇനി പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് വിട്ടാലും കുഴപ്പമില്ല. കാരണം താഴെ ഫ്ലെയർ ആയിട്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. 17 ഇഞ്ച് വരെ കറക്റ്റ് ആയിട്ട് സീം അലവൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് അവിടെ പിൻ കുത്തി കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതേപോലെ ഞാൻ താഴ്ഭാഗം വരെ ഏകദേശം നമുക്ക് കിട്ടുന്ന രീതിയിൽ കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് എത്രയാണോ നിങ്ങളുടെ ഷോൾഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ 7 ഇഞ്ചാണ്, 7 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 7 മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് ഒരു 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് എത്രയാണോ നിങ്ങളുടെ ആം ഹോൾ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ 7 ഇഞ്ചാണ്, 7 മാർക്ക് ചെയ്തിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു എൽ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ചെസ്റ്റ് റൗണ്ടിന്റെ 4 ഭാഗം വേണം ചെസ്റ്റ് വിഡ്ത്ത് ആയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ 9 ആണ്, 9 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ 2 ഇഞ്ച് ഞാൻ സീം അലവൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്തിട്ടും കുറച്ച് ഫാബ്രിക് എനിക്ക് അവിടെ എക്സ്ട്രാ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നേരത്തെ ഞാൻ 11 ഇഞ്ച് വെച്ചിട്ട് സ്ലോപ്പ് ചെയ്ത് വരച്ച് കട്ട് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇതേപോലെ സീം അലവൻസ് ആയിട്ട് 2 ഇഞ്ച് കൊടുക്കാൻ പറ്റില്ലായിരുന്നു, 1 ഇഞ്ച് കൊടുക്കാൻ പറ്റുള്ളായിരുന്നു. അത് മുൻകൂട്ടി കണ്ടിട്ടാണ് ഞാൻ 11 എന്നുള്ളത് 10 ആയിട്ട് റെഡ്യൂസ് ചെയ്തത് കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വ്യത്യാസം. കാരണം നമ്മൾ ഈ ഫാബ്രിക് മുകളിലേക്ക് എടുക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു ഭാഗം ഇതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിലേക്കുള്ള ആം ഹോൾ വരച്ചു കൊടുക്കാം. ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ നമ്മളിപ്പോൾ വരച്ചിട്ടില്ല, അത് നമുക്ക് പിന്നെ കട്ട് ചെയ്യാം കേട്ടോ. നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഒരു 3 ഇഞ്ചാണ് നെക്കിന് വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്യുന്നത്. ഈ 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റും ഈ 3 ഇഞ്ചും കൂടി ജോയിൻ ചെയ്തിട്ട് ഒരു സ്ലോപ്പ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യാം. വേസ്റ്റ് ലെങ്ത് 14.5 ഇഞ്ചാണ്, അത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടേക്കുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്, അതിന്റെ കൂടെയും 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് മാക്സിമം ഫ്ലെയർ കിട്ടുന്ന രീതിയിൽ ജസ്റ്റ് റാൻഡം ആയിട്ടൊരു ഷേപ്പ് ഇപ്പോൾ വരച്ചിട്ടേ ഉള്ളൂ. ബാക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും ഷേപ്പിൽ കുറച്ച് വേരിയേഷൻസ് ഉണ്ടാവും, ലെങ്ത്തിലൊക്കെ ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് പിന്നെ കറക്റ്റ് ആക്കാം. ഇപ്പൊ തന്നെ കട്ട് ചെയ്യണ്ട, ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ റാൻഡം ആയിട്ടൊന്ന് വരയ്ക്കുക. എന്നിട്ട് ഈ വരച്ച പ്രകാരം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സ്ലീവ് നിങ്ങൾക്ക് ഏത് സ്ലീവ് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടാനുസരണം കട്ട് ചെയ്യാം. നമുക്ക് ഒത്തിരി കാര്യങ്ങളല്ലാതെ തന്നെ പറയാനുള്ളത് കൊണ്ട് സ്ലീവിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് ഏത് സ്ലീവ് വേണമെങ്കിലും ഇതിലേക്ക് കൊടുക്കാം. വ്യത്യസ്തമായിട്ടുള്ള സ്ലീവിന്റെ ഒത്തിരി വീഡിയോസ് നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ കാണാം കേട്ടോ. ഇതുപോലെ നമ്മൾ അളവ് പ്രകാരം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫ്രണ്ടിലേക്ക് 3 പീസും ബാക്കിലേക്ക് 3 പീസുമാണ് കിട്ടുന്നത്. ഇനി സെന്റർ പീസിന്റെ നല്ല വശത്തിന് മുകളിലേക്ക് സൈഡിലുള്ള ഒരു പീസിന്റെ നല്ല വശം വെച്ചിട്ട് എന്താണോ നമ്മുടെ ഷേപ്പ് ആ ഷേപ്പ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഫാബ്രിക് വലിച്ചു പിടിച്ച് ആ ഫാബ്രിക്കിന്റെ അലൈൻമെന്റ് തെറ്റിച്ചിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്യരുത്. വളരെ സ്ലോയില് എങ്ങനെയാണോ ആ ഫാബ്രിക്കിന്റെ ഷേപ്പ് വെച്ചാൽ അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. സെയിം അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കുക. അപ്പൊ ഞാൻ ഇതേപോലെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്, ലോക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്റ്റിച്ച് നിവർത്തിയിട്ട് ഇതിന്റെ രണ്ടിന്റെയും കൂടി സെൻട്രൽ ആയിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് അയൺ ചെയ്തെടുത്താലും മതി കേട്ടോ. ഇവിടെ നമ്മൾ സെന്റർ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ മുന്നേ ഫ്രണ്ടിലേക്കുള്ള പീസിനെ കറക്റ്റ് 2 ആയിട്ട് മടക്കിയിട്ടിട്ട് അതിന്റെ സെന്റർ കട്ട് ചെയ്യാം. ഞാൻ നെക്കും കൂടി വരച്ചിട്ടാണ് സെന്റർ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ സെന്റർ കട്ട് ചെയ്യാം കേട്ടോ. ഫ്രണ്ടിലെയും അതുപോലെ തന്നെ ബാക്കിലെയും പീസ് ഇതേപോലെ 2 ആയിട്ട് മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. സെന്റർ ഒക്കെ കറക്റ്റ് ആക്കി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, നമ്മൾ കറക്റ്റ് അളവ് പ്രകാരം കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്തതാണ്. എന്നാലും താഴ്ഭാഗത്ത് ഇതേപോലെ എക്സ്ട്രാ ആയിട്ട് ചെറിയൊരു പീസ് ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും, അല്ലെങ്കിൽ ചില ഭാഗത്ത് എത്താത്തതായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതെപ്പോഴും നമ്മളിങ്ങനെ പാനൽസ് ജോയിൻ ചെയ്യുമ്പോൾ എന്തായാലും ചെറിയ വേരിയേഷൻ എപ്പോഴും വരും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണോ നിങ്ങൾക്ക് ലെങ്ത് വേണ്ടത് ആ ലെങ്ത്തിന്റെ കൂടെ നമ്മൾ നോർമൽ സീം അലവൻസ് ആഡ് ചെയ്യും. അതിനോടൊപ്പം കുറച്ച് എക്സ്ട്രാ ആയിട്ട് ലെങ്ത് എടുക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലെ കട്ടൊക്കെ ചെയ്ത് വരുമ്പോൾ കറക്റ്റ് അളവായിട്ട് കിട്ടുള്ളൂ. ലെങ്ത് കറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഭാഗം ഞാൻ ഇതേപോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഒരു 1 ഇഞ്ച് നമുക്ക് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ സെന്റർ പീസ് നമ്മൾ കറക്റ്റ് ലെങ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സൈഡിലുള്ള പീസിൽ നമുക്ക് ആ ഒരു ലെങ്ത് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് സ്കെയിൽ ഇതേപോലെ ഒന്ന് നിവർത്തി വെച്ചിട്ട് ആ ലെങ്ത് കറക്റ്റ് കിട്ടുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് നീക്കി വെച്ചിട്ട് അവിടുന്ന് മുകളിലേക്ക് ഒരു 2.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും, നമ്മൾ ആ 17 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഭാഗം
അവിടെ നിന്നാണ് നമ്മൾ ഈ ഷേപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. അവിടെ ടേപ്പ് വെച്ചിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് താഴെ വരെ എത്രയാണോ ലെങ്ത് കിട്ടുന്നത് നോക്കുക. അപ്പൊ ഇവിടെ നമുക്ക് 28 ഇഞ്ചാണ് കിട്ടുന്നത്. അതേ 28 ഇഞ്ച് തന്നെ അതേ ഷേപ്പിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ ഈ കേർവ് ഷേപ്പ് വരച്ച ഭാഗത്ത് വെക്കുക. നിങ്ങൾ സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ വെക്കുക. എന്നിട്ട് കറക്റ്റ് ആ 28 ഇഞ്ച് എവിടെയാണോ കിട്ടുന്നത് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഞാൻ താഴേന്ന് മുകളിലേക്ക് 2.5 ഇഞ്ച് മാറ്റിയിട്ട് എവിടെയാണോ മാർക്ക് ചെയ്തത് കറക്റ്റ് ആ പോയിന്റിലാണ് ഈ 28 ഇഞ്ച് വന്ന് നിൽക്കുന്നത് കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ആദ്യം ചെയ്ത പോലെ ചെയ്യാം. രണ്ട് രീതിയാണെങ്കിലും സെയിം ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഇനി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ 28 ഇഞ്ചിന്ന് ഈ സെന്ററിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ ചെറിയൊരു കേർവ് കൊടുക്കുക. ഇപ്പോഴും നമ്മൾ പാനൽ ജോയിൻ ചെയ്യുമ്പോൾ ജോയിനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അതിനുശേഷം നമുക്ക് ഈ എയർലൈൻ ഷേപ്പും കൂടി ഒന്ന് കറക്റ്റ് നമുക്ക് കിട്ടുന്ന രീതിയിൽ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ആദ്യത്തെ പോലെ തന്നെ വിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി വരെ നമുക്ക് ആ ഷേപ്പ് വന്നിട്ട് അവിടുന്ന് സ്ട്രെയിറ്റ് ലൈൻ വരുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല നമ്മുടെ ഡ്രസ്സ്. അപ്പൊ എപ്പോഴും ഈ ഒരു ഷേപ്പ് കൊടുക്കുമ്പോഴാണ് അത് ഭംഗി ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്രണ്ട് പീസ് എടുക്കുക. ഫ്രണ്ടിലെ പീസ് ഇതേപോലെ കറക്റ്റ് രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് എന്ന് പറഞ്ഞു. ഒരു 6.5 ഇഞ്ച് നെക്കിന് ലെങ്ത് മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സ് വരയ്ക്കുന്നുണ്ട്. ഈ ബോക്സിന്റെ ഉള്ളിൽ ഒരു ആലിലന്റെ ഷേപ്പാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് നെക്ക് വേണമെങ്കിലും വരയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വരയ്ക്കുക കേട്ടോ. ഈ നെക്ക് കട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ സെന്ററും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും അളവിൽ വ്യത്യാസം അങ്ങനെ എന്തെങ്കിലും വരുന്ന ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ കട്ട് ചെയ്യുക കേട്ടോ. ഇനി ബാക്ക് പീസ് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിലും 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. 4 ഇഞ്ച് നെക്ക് ലെങ്ത്തിൽ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചിട്ട് അതും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബ്ലാക്ക് കളറാണ് പൈപ്പിംഗ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് കുറച്ച് അത്യാവശ്യം ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക. ക്രോസ് പീസ് തന്നെ വേണം കേട്ടോ. നിർബന്ധമായിട്ടും ക്രോസ് പീസ് തന്നെ വേണം. ഒരു 1.5 to 2 ഇഞ്ച് വിടുത്തുള്ള ക്രോസ് പീസ് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ക്രോസ് പീസ് ഇതേപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് നമ്മുടെ ആ നെക്കിന്റെ ഷേപ്പ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രകാരം സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ ഒരു ആലിലന്റെ ഷേപ്പ് ആയതുകൊണ്ട് കുറച്ചൊരു ഡിഫിക്കൽട്ടാണ് ആ ഒരു ഷേപ്പ് അതേപോലെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത്. അപ്പൊ അത് ആ ഒരു പോർഷൻ മാത്രം കുറച്ചൊന്ന് കെയർ എടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ കൊടുത്ത അതേ ഷേപ്പിന് നിങ്ങൾ കൊടുക്കണം എന്നില്ല. നിങ്ങൾക്ക് ഏത് നെക്ക് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ നെക്കിന്റെ ഷേപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രകാരം സ്റ്റിച്ച് ചെയ്യുക. താഴെ വരെ സ്റ്റിച്ച് ചെയ്യണം. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗത്ത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കട്ടിട്ട് കൊടുക്കുക. ഈ കട്ടിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു ഫാബ്രിക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പൈപ്പിംഗ് ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ത്രെഡ് ഇട്ട് കൊടുക്കണമെങ്കിൽ ത്രെഡ് ഇട്ട് കൊടുക്കാം. പൈപ്പിംഗ് ത്രെഡ് ഇട്ട് കൊടുക്കണമെങ്കിൽ പൈപ്പിംഗ് ത്രെഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇങ്ങനെ തന്നെയാണ് കൺവേർട്ട് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ചെറിയ രീതിയിൽ കാണുന്ന രീതിയിലുള്ള ഒരു പൈപ്പിംഗ് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വിഡ്ത്തിനനുസരിച്ചിട്ട് ഈ ഫാബ്രിക് ഉള്ളോട്ട് മടക്കിയിട്ട് പൈപ്പിങ്ങിൽ സ്റ്റിച്ച് കൊള്ളാതെ മെയിൻ ഫാബ്രിക്കിന്റെ സൈഡിൽ സ്റ്റിച്ച് കൊള്ളുന്ന രീതിയിൽ നമ്മൾ ആ ഒരു ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഷേപ്പ് സ്റ്റിച്ച് ചെയ്യാന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പം മെല്ലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം അവിടുന്ന് നേരെ താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. സെയിം ഇതേപോലെ തന്നെ വേണം നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതേപോലെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഷേപ്പ് കറക്റ്റ് ആയിട്ട് അവിടെ കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഫ്രണ്ടിലേക്കുള്ള രണ്ട് പീസും ഇതേപോലെ പൈപ്പിംഗ് കൊടുത്ത് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് ഓപ്പൺ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇതിനെ നമുക്ക് ക്ലോസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ 3 ഇഞ്ച് വിഡ്ത്തിൽ അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ സൈഡ് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ നല്ല വശം പുറത്തേക്കൊന്ന് മറിച്ചെടുക്കുക. മറിച്ചെടുത്തതിന് ശേഷം ഇതിന്റെ മുകൾ ഭാഗം സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് ഉള്ളോട്ടാക്കിയിട്ട് അവിടെ ഇതേപോലെ ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ലൈന് സെന്ററിൽ വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പൊ ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ നമ്മൾ നെക്കിന് 6.5 ഇഞ്ചാണ് ലെങ്ത് കൊടുത്തിരുന്നത്. ആ ലെങ്ത് ഇതേപോലെ രണ്ട് പീസിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്ന ഈ പീസിന്റെ സെന്ററിലായിട്ട് ഇതേപോലെ രണ്ട് പീസുകൾ വെക്കാം. അപ്പൊ ഇതേപോലെ രണ്ട് പീസുകൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ആദ്യം ഒരു പീസ് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. കറക്റ്റ് ഇതിന്റെ സെന്ററിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് താഴെ നമ്മൾ കുറച്ച് ഓപ്പണിംഗ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു.
അപ്പൊ താഴേന്ന് മുകളിലേക്ക് ഞാനൊരു 15 ഇഞ്ച് ലെങ്ത്തിലാണ് ആ ഒരു ഓപ്പണിംഗ് കൊടുക്കുന്നത്. അപ്പൊ 15 ഇഞ്ച് ലെങ്ത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 15 ഇഞ്ച് എത്തുന്നതിന്റെ കുറച്ച് മുമ്പായിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ഒന്ന് നിർത്തുക. എന്നിട്ട് ഈ 15 ഇഞ്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഫാബ്രിക് വെച്ചിട്ട് എക്സ്ട്രാ ഉള്ള ഫാബ്രിക് കട്ട് ചെയ്യുക. എന്നിട്ട് നേരത്തെ മുകളിൽ ചെയ്ത പോലെ തന്നെ ഈ ഫാബ്രിക് ഒന്ന് ഉള്ളോട്ട് മടക്കി കൊടുക്കുക. ഈ 15 ഇഞ്ച് വരെ മതിയല്ലോ, അവിടെ വരെ കറക്റ്റ് മടക്കിയിട്ട് എന്നിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് ലോക്ക് ഇട്ട് നിർത്തുക. സെയിം ഇതേപോലെ തന്നെ ഇതിന്റെ സെന്ററിൽ ഓപ്പോസിറ്റ് പീസും വെക്കാം. അതും ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ സ്റ്റിച്ച് കൊള്ളുന്ന രീതിയിലാണ് ചെയ്യുന്നത്. പൈപ്പിംഗ് കൊടുത്ത ഫാബ്രിക്കിൽ സ്റ്റിച്ച് കൊണ്ടിട്ടേ ഇല്ല. ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നേരത്തെ ചെയ്ത പോലെ തന്നെ 15 ഇഞ്ച് എത്തുമ്പോൾ അവിടെ ലോക്ക് ഇട്ട് നിർത്തുന്നുണ്ട്. സെന്ററിൽ നിങ്ങൾക്ക് പോട്ട്ലി ബട്ടൺ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ മുന്നേ ആയിട്ട് നിങ്ങൾക്ക് പോട്ട്ലി ബട്ടൺ കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാനിവിടെ പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടില്ല. ഫ്രണ്ടിലുള്ള ഈ 2 പീസും നമ്മൾ ഉള്ളിൽ ഒരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ വെക്കുന്ന പീസ് പൈപ്പിങ്ങിന് ഏത് കളറാണോ കൊടുക്കുന്നത് സെയിം കളർ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, ഇതേപോലെ പൈപ്പിങ്ങിന്റെ പോർഷൻ ഇങ്ങനെ തുറന്നിരിക്കുന്ന പോലെയാണ് ഉള്ളത്. കാരണം പൈപ്പിങ്ങിന്റെ ഭാഗത്തൊന്നും സ്റ്റിച്ച് കൊണ്ടിട്ടില്ലല്ലോ. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ത്രെഡ് മാറ്റണം. അപ്പൊ ത്രെഡ് മാറ്റിയിട്ട് ഈ ബ്ലാക്ക് കളറിന്റെ ഭാഗത്തും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയാൽ അത് പതിഞ്ഞ് അവിടെ ഇരുന്നോളും. ഇനി സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം താഴെ ഇരിക്കുന്നതും ബ്ലാക്ക് പീസ് തന്നെ ആയതുകൊണ്ട് അറിയില്ല. എന്നാലും നിങ്ങൾ എല്ലാ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞതിന് ശേഷം ത്രെഡ് മാറ്റി കൊടുത്തിട്ട് ആ ബ്ലാക്ക് പോർഷന്റെ ഭാഗത്തും കൂടി ഒരു സ്റ്റിച്ച് കൊടുത്താൽ അത് പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. ഞാനിവിടെ ബ്ലാക്ക് എന്ന് പറഞ്ഞത് ഞാൻ കൊടുത്ത കളർ ആയതുകൊണ്ടാണ്. നിങ്ങൾ കൊടുക്കുന്ന കളർ ഏതാ വെച്ചാൽ ആ കളർ. ഇപ്പൊ നമ്മൾ എല്ലാ ഭാഗവും സൈഡിലൂടെ മാത്രമേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് എക്സ്ട്രാ പുറത്തേക്ക് ഇരിക്കുന്ന ഈ ഫാബ്രിക്കുകളൊക്കെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കുക. ഈ 15 ഇഞ്ച് നിർത്തിയ ഭാഗത്ത് ലോക്ക് ഇട്ടിട്ട് ഈ ഒരു 1/4 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരിക. ഈ സ്റ്റിച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ നെക്കിന്റെ ടോപ്പ് വരെ, ഷോൾഡറിന്റെ ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. പൈപ്പിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള പീസിൽ ഈ സ്റ്റിച്ച് കൊള്ളുന്നത് കൊണ്ട് തന്നെ അത് പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കാം. ബാക്ക് പീസ് നിങ്ങൾ ക്രോസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്യുക, ഷോൾഡർ ജോയിൻ ചെയ്യുക. അതൊന്നും നമ്മൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഫ്രണ്ട് ഓപ്പൺ ചെയ്തിട്ട് പൈപ്പിംഗ് കൊടുക്കുന്നത് കേട്ടോ. ഇനി 1-2 പേര് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡ് ആയിട്ടുള്ള മെയിൻ ഫാബ്രിക്കിന്റെ അടിയിലേക്ക് ഒരു എക്സ്ട്രാ കളർ വരുന്ന രീതിയിലുള്ളൊരു ഡിസൈൻ എങ്ങനെയാ ചെയ്യാന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. ഇവിടെ പിന്നെ പ്രിന്റഡ് ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് താഴെ നമ്മൾ എക്സ്ട്രാ ഒരു ഫാബ്രിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താലും പ്രത്യേകിച്ച് അറിയൊന്നുമില്ല. എന്നാലും ആ ഒരു സ്റ്റിച്ചും കൂടി ഇതിൻ്റെ അകത്ത് തന്നെ കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ അതെങ്ങനെയാന്നുള്ളത് കാണാം. നിങ്ങൾക്ക് ഈ ഒരു ഭാഗം വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ബാക്ക് പീസ് ഇതേപോലെ 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് ഏത് ഫാബ്രിക് ആണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഫാബ്രിക്കും ഇതേപോലെ 2ആയിട്ട് മടക്കുക. ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്തിന്റെ മുകളിൽ ബാക്ക് പീസിന്റെ ഫോൾഡ് ആയിട്ടുള്ള ഭാഗം വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്ക് പീസിന്റെ താഴ്ഭാഗം നമ്മളൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഷേപ്പ് അതേപോലെ ഒന്ന് കട്ട് ചെയ്യുക. ഓൾറെഡി ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. നിങ്ങൾ ആ ഷേപ്പ് വരച്ചിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് എത്രയാണോ നിങ്ങൾക്ക് തിക്നെസ് വേണ്ടതെന്നുള്ളത് തീരുമാനിക്കുക. അപ്പോൾ ഞാനിവിടെ 5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ആ 5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതേ ഷേപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ ചിന്തിക്കും നമ്മൾ സ്ട്രെയിറ്റ് പീസ് എടുത്താൽ പോലെയെന്ന്. സ്ട്രെയിറ്റ് പീസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ചുളിവുകൾ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയാവുമ്പോൾ ആ ചുളിവുകൾ അവോയ്ഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 2 പീസ് കട്ട് ചെയ്തെടുക്കുക. ഇനി മെയിൻ ഫാബ്രിക്കിന്റെ മുകളിലായിട്ട് ഈ ഒരു പീസ് വെക്കുക. ഒരു 1/2 ഇഞ്ചിൽ എന്താണോ നമ്മുടെ ഷേപ്പ് വെച്ചാൽ ആ ഷേപ്പ് പ്രകാരം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെ ഒരു ചെറിയ പൈപ്പിംഗ് പുറത്തേക്ക് കാണുന്ന രീതിയിൽ വെച്ചിട്ട് പൈപ്പിങ്ങിൽ കൊള്ളാതെ മെയിൻ ഫാബ്രിക്കിൽ സ്റ്റിച്ച് കൊള്ളുന്ന രീതിയിൽ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തെടുക്കുക. ഇവിടെ ഞാൻ ചെറിയൊരു പൈപ്പിംഗാണ് കൊടുത്തേക്കുന്നത്. എല്ലാ ഭാഗത്തും ഒരേ തിക്നെസ് തന്നെ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വേറൊരു ഫാബ്രിക്കിലാണ് ഇതേപോലെ കൊടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ കുറച്ചൊരു തിക്നെസ് വെച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ കാണാൻ ഭംഗി ഉണ്ടാവുക കേട്ടോ. ഇവിടെ നമുക്ക് വേറെയും പൈപ്പിംഗ് ഒക്കെ വരുന്നത് കൊണ്ട് എല്ലാ തിക്നെസ്സും ഒന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓവർ തിക്നെസ് കൊടുത്തിട്ടില്ല. ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ ഒരു 1/2 ഇഞ്ചിലൊന്ന് മടക്കിയിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. ഫ്രണ്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ബാക്കിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൽ ചുളിവ് വന്നാലും നമ്മൾ അറിയില്ല. അതുകൊണ്ട് ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഇതേപോലെ ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡിലേക്ക് ഇങ്ങനെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ കൈ വെച്ച് ആ ചുളിവുകളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പതിയെ ചെയ്താൽ മതി, നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് 2 പീസ് ആയിട്ടാണല്ലോ നമ്മുടെ ഫ്രണ്ട് പീസ് ഇരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻഡിൽ നിന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് സെന്ററിൽ എത്തുന്ന സമയത്ത് കുറച്ച് ഫാബ്രിക്, ഒരു 1/2 ഇഞ്ച് ഫാബ്രിക് പുറത്തേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് നിർത്തുക. എന്നിട്ട് ആ ഫാബ്രിക്കിന് ഉള്ളോട്ട് മടക്കി കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പൊ സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഒരു എക്സ്ട്രാ ഒരു ഫാബ്രിക് ബോട്ടം ഭാഗത്ത് അതുപോലെ തന്നെ ദുപ്പട്ടയിലൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾ ഏത് സ്ലീവ് ആണോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ചാൽ ആ സ്ലീവ് ഇതിലേക്ക് ജോയിൻ ചെയ്യുക, സൈഡ് നിങ്ങളുടെ അളവ് പ്രകാരം സ്റ്റിച്ച് ചെയ്യുക. അതിലേക്കൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക്. വിടുത്ത് കുറവുള്ള ഫാബ്രിക് ആയിരുന്നു. അപ്പൊ ആ ഫാബ്രിക് ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ല വിടുത്തോട് കൂടിയിട്ട് 6 പാനൽ കുർത്തിയാണ് ചെയ്തത്. ഒപ്പം നമ്മൾ ഫ്രണ്ട് ഓപ്പൺ വിത്ത് പൈപ്പിങ്ങോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.